സോഷ്യൽ മീഡിയയിലെ റീൽസ് താരങ്ങളായിരുന്നു ഹിമയും സുമിത്തും. മിനി സ്ക്രീനിലെ റിയാലിറ്റി ഷോയിലൂടെ എത്തി പ്രേക്ഷകർക്കേറെ പ്രിയങ്കരരായി മാറിയ നല്ല ക്യൂട്ട് ദമ്പതികൾ. ഒരു കാലത്ത് ഇവർക്ക് ഫാൻസ് പേജുകൾ വരെ ഉണ്ടായിരുന്നു. ഇരുവരും ഒരുമിച്ചിടുന്ന വീഡിയോസിനും വമ്പൻ റീച്ചായിരുന്നു. പിന്നീട് ഇരുവരും ഒരുമിച്ച് വീഡിയോയിൽ എത്താതായതോടെ ഇരുവരും പിരിഞ്ഞുവെന്നുള്ള വാർത്തകൾ ശക്തിയായി. ഇരുവരെയും വിശ്വസിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയുടെ പ്രചരണത്തിന് വിശ്വാസ്യത പകർന്നതുമില്ല. ഹിമയും സുമിത്തും ഇതിനോട് പ്രതികരിച്ചതുമില്ലായിരുന്നു. മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് ഇതിനിടെ സുമിത് എത്തുകയും ചെയ്തു. ഹിമ തൻ്റെ ജോലിയും മോഡലിംഗുമെല്ലാമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അടുത്തിടെ റിലീസ് ചെയ്ത കട്ടപ്പാടത്ത മാന്ത്രികൻ സിനിമയിൽ ലീഡ് റോളിൽ സുമിത് എത്തിയിരുന്നു. ഇനിയും സ്വപ്നങ്ങളേറെയുണ്ട് ബാക്കിയെന്നാണ് സുമിത് പ്രൊമോഷൻ പരിപാടികൾക്കെത്തിയപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ തിരക്കുള്ള ഇൻഫ്ലുവൻസറും മോഡലുമൊക്കെയാണ് ഹിമ. ഒറ്റയ്ക്കുള്ള ചിത്രങ്ങൾ സുമിത്ത് പങ്കിടുമ്പോൾ അമ്മൂട്ടൻ എവിടെ, സുമിത്തേട്ടൻ എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ഇരുവരോടും പതിവായിരുന്നു. ഇരുവരും വേർപിരിഞ്ഞെന്ന സംശയം നിലനിൽക്കുമ്പോഴും ഹിമയുടെ പേരിനൊപ്പം ചേർത്ത് വെക്കുന്ന സുമിത്തിൻ്റെ പേരായിരുന്നു പ്രേക്ഷകരുടെ പ്രതീക്ഷ. എന്നാൽ തൻ്റെ പേരിനൊപ്പം ഹിമ മണികണ്ഠൻ എന്നാക്കി മാറ്റി. അതോടെയാണ് ഇരുവരും സെപ്പറേറ്റ് ആയെന്നുള്ള വാർത്തകൾ എല്ലാവരും വിശ്വസിച്ചു തുടങ്ങിയത്. ഇരുവരെയും അത്രത്തോളം സ്നേഹിച്ചതാണ് ആരാധകർ. ഒരുപക്ഷെ അതുകൊണ്ടാകാം ഇവരുടെ ചെറിയ മാറ്റങ്ങൾ പോലും ആരാധകർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. പുത്തൻ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി എത്തിയപ്പോൾ സുമിത്ത് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. ഒറ്റയ്ക്കാകുന്നതാണ് ബെറ്റർ എന്ന് പറയാം, എങ്കിലും ചില സമയം ആ ഘട്ടം വേദനാജനകമാണ്. വ്യക്തികൾ, പൊസിഷൻ, പൈസ എന്തുമായിക്കോട്ടെ, അതുള്ളപ്പോൾ നമ്മൾക്ക് ആ വില അറിയണമെന്നില്ല. എന്നാൽ അത് നഷ്ടമാകുമ്പോൾ ആ വേദനയെ അതിജീവിക്കുക എന്നത് വലിയ പാടാണ്. നമ്മൾക്ക് ഒരാൾ കൂടെ ഉണ്ടെന്ന് പറയുന്നത് നല്ലതാണ്. ഒരാൾ കൂടെ ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ആദ്യം വലിയ പാടാണ്. പക്ഷെ പിന്നെ പിന്നെ നമ്മൾ തന്നെയാണോ ഇതെന്ന് തോന്നിപ്പോകും. നമ്മൾക്ക് നമ്മളോട് തന്നെ ബഹുമാനം തോന്നുമെന്നും സുമിത്ത് പറഞ്ഞിരുന്നു. ഇതിനിടെ ഇപ്പോൾ മലേഷ്യൻ യാത്ര നടത്തിയ സന്തോഷത്തിലാണ് ഹിമ. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇൻസ്റ്റഗ്രാം പേജുകളിൽ വൈറലാണ്. തൻ്റെ ചേട്ടനോടൊപ്പമാണ് ഹിമ ഈ വിദേശയാത്ര നടത്തിയത്. താൻ ഏറെ നാളായി ആഗ്രഹിക്കുന്ന കാര്യമാണ് താൻ നേടിയതെന്നും ഞാൻ സ്വന്തമായിട്ടുള്ള അധ്വാനത്തിലൂടെയാണ് ഇത് നേടിയതെന്നും ഹിമ പറയുന്നുണ്ടായിരുന്നു. ഹിമയുടെ മലേഷ്യൻ യാത്ര ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. എന്നാൽ സുമിത്ത് എവിടെ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഹിമ പ്രതികരിച്ചിട്ടില്ല. അത്തരത്തിലുള്ള കമൻറ്റുകൾക്കൊന്നും ഹിമ മറുപടി നൽകിയതുമില്ല. ഇത് ആരാധകരെ ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യം കൂടിയാണ്. കാരണം അവരെ അത്രത്തോളം സ്നേഹിച്ച ആരാധകരാണ് ഇരുവരുടെയും അഭാവത്തിലിപ്പോൾ നിരാശപ്പെടുന്നത്. എന്നാൽ ഹിമയെ പിന്തുണച്ചും നിരവധി ആരാധകരെത്തുന്നുണ്ട്. ആളുകൾക്ക് എന്തൊക്കെ അറിയണം, അവരുടെ കാര്യങ്ങൾ പബ്ലിക്കിനോട് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയും. മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇങ്ങനെ കയറി ചോദിക്കുമ്പോൾ ഒരു നാണവും തോന്നാറില്ല എന്നാണ് ഒരു ആരാധിക നൽകിയ കമൻറ്റ്.